സുഹൃത്തുക്കളെ, ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എങ്ങനെ നമുക്ക് നമ്മുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സേവിങ് അക്കൗണ്ടിലേക്ക് പൈസ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിനായി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. മൊബിക്വിക്ക് അക്കൗണ്ട് എടുത്ത് സൈനപ്പ് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മൊബിക്വിക്ക് സൈറ്റിലേക്ക് പോവുക. അതിനുശേഷം സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ കൊടുത്ത് ഒരു OTP നമുക്ക് ആ മൊബൈൽ നമ്പറിലേക്ക് വരും. അപ്പോൾ അത് വെച്ച് നമുക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്യണം. നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ച് അതിന് ലഭിക്കുന്ന OTP ഇതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ആവും. അടുത്ത പടി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആഡ് മണി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അതിൽ കാണാം. ഈ മൊബിക്വിക്കിൽ ആഡ് മണി അത് ക്ലിക്ക് ചെയ്യുക. മണി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ നമുക്ക് പണം ആവശ്യമുള്ളത് അത്രയും പണം നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബാലൻസ് വേണം കേട്ടോ. അപ്പോൾ ആ പണം അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ അവിടെ അടിച്ചു കൊടുക്കാം. അതിൽ പിന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അതും അടിച്ചു കൊടുക്കണം. പിന്നെ CVV നമ്പർ, ഇത് ഇത്രയും അടിച്ചു കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ടു പേ കൊടുക്കുക. കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാർഡ് നമ്പറുകൾ ഇതുപോലെ, ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള എൻ്റെ കാർഡുകളുടെ നമ്പറാണ്. അപ്പോൾ അതിലേത് കാർഡാണോ നമുക്ക് ബാലൻസ് ഉള്ളത് അപ്പോൾ അതിൻ്റെ CVV മാത്രം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അടുത്ത തവണ നമുക്കിത് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇത് ഓൾറെഡി സേവ്ഡ് ആയി കിടക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷം CVV എൻ്റർ ചെയ്ത് പേ നൗ എന്നുള്ള ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. പേ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു OTP വരും. നമ്മുടെ ബാങ്കിൻ്റെ എൻ്റെ നിന്നുള്ള ഒരു OTP നമുക്ക് ലഭിക്കും. ആ OTP നമ്മളിവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റിലേക്ക് പണം വന്നിരിക്കും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടില്ലേ, ട്രാൻസ്ഫർ മണി ടു ബാങ്ക് എന്നുള്ള ഓപ്ഷൻ. അതിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, നമ്മുടെ പേര്, ആദ്യം തന്നെ നമ്മുടെ പേര്, പിന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, എമൗണ്ട് എന്നിവ കൊടുത്തതിന് ശേഷം ഗോ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ബട്ടൺ ഇതിന് അവർ മൊബിക്വിക്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ പൈസ അവർ ഈടാക്കുന്നതായിരിക്കും കേട്ടോ. പക്ഷെ നമ്മുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അതൊരു ഉപകാരമായിരിക്കും. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.